BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെയും നിത്യോപയോഗ സാധന വിലക്കയറ്റത്തിനെതിരെയും പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയും 2020 കുന്നത്തുനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീടുകളിൽ വിളക്കണച്ച് പ്രതിഷേധിച്ചു. ഇന്നലെ രാത്രി 7 മുതൽ 7:15 വരെയായിരുന്നു പ്രതിഷേധം. സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്ന് പാർട്ടി പ്രസിഡന്റ് സാബു M. ജേക്കബ് പറഞ്ഞു. നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും പ്രതിഷേധ പരിപാടികൾ നടന്നു. പരിപാടിക്ക് മുന്നോടിയായി പഞ്ചായത്ത് വാർഡ് തലങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു. വരും ദിവസങ്ങളിൽ സർക്കാരിനെതിരെയുള്ള സമരങ്ങളിൽ 2020 പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. 9 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുനർനിർമ്മാണം തുടങ്ങിയ കുണ്ടന്നൂർ ചിലവന്നൂർ റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന മരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശത്തിന് പുല്ലുവില. റോഡ് തുടങ്ങുന്ന കുണ്ടന്നൂർ ജംഗ്ഷൻ മുതൽ വടക്കേ അറ്റം വരെ 10ലേറെ ഇടങ്ങളിലാണ് കയ്യേറ്റം കണ്ടെത്തിയിട്ടുള്ളത്. സ്വകാര്യ വ്യക്തികളുടേത് കൂടാതെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടേതുൾപ്പെടെ ഓഫീസ്, വായനശാല, ചായക്കട എന്നിവയും കൊടിമരങ്ങളും പാതയോരം കയ്യേറി. മരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മരട് നഗരസഭ ഡിസംബർ 30 എല്ലാവർക്കും നോട്ടീസ് നൽകിയെങ്കിലും ഉപജീവനത്തിനായി പാതയോരത്ത് തട്ടടിച്ച് ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന നികർത്തി മഹേഷൻ മാത്രമാണ് ഒഴിഞ്ഞുപോയത്. മറ്റൊരു കയ്യേറ്റവും ഒഴിപ്പിക്കാൻ നഗരസഭയ്ക്കായില്ല. മരാമത്ത് വകുപ്പിന്റെ റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടത് മരാമത്ത് വകുപ്പാണെന്നാണ് നഗരസഭയുടെ നിലപാട്. വകുപ്പ് നിർദ്ദേശപ്രകാരം നോട്ടീസ് നൽകുക മാത്രമാണ് ഉണ്ടായതെന്നും അധികൃതർ പറയുന്നു. അനധികൃത കെട്ടിടത്തിന് കോട്ടം വരാതിരിക്കാൻ കാന വളച്ചു പണിയുന്ന വിചിത്ര കാഴ്ചയും ഇവിടെ കാണാം. BM&BC നിലവാരത്തിലാണ് പുനർനിർമ്മാണം. പരമാവധി 6 മീറ്റർ വരെ വീതി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും റോഡിന്റെ കവാടം അടച്ചുകെട്ടിയ നിലയിലാണ് അനധികൃത കെട്ടിടങ്ങൾ. 1.50 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. 1.8 കിലോമീറ്റർ മേജർ ഡിസ്ട്രിക്ട് റോഡ് 2015 അവസാനമായി ടാർ ചെയ്തത്. കേരളത്തിന്റെ ഹൃദയതാളത്തിനൊപ്പം അവർ ഓടി. നിർധന കുടുംബങ്ങളിലെ ഹൃദ്രോഗികൾക്കും പരിശോധനയ്ക്കും ശസ്ത്രക്രിയയ്ക്കും അവസരമൊരുക്കാൻ മലയാള മനോരമയും മദ്രാസ് മെഡിൽ മിഷനും ചേർന്ന് 1999 മുതൽ നടത്തുന്ന ഹൃദയപൂർവ്വം പദ്ധതിയുടെ ജൂബിലി ആഘോഷ നിറവിൽ നടന്ന കൂട്ടയോട്ടം പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പനമ്പള്ളി നഗറിൽ മലയാള മനോരമ അങ്കണത്തിൽ നിന്ന് തുടങ്ങിയ കൂട്ടയോട്ടത്തിൽ ഹൃദയപൂർവ്വം പങ്കെടുത്തത് 300ലേറെ പേരാണ്. മുൻ ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യനും അർജുന അവാർഡ് ജേതാവുമായ ജോർജ് തോമസ് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. രാവിലെ 6:30 ആരംഭിച്ച കൂട്ടയോട്ടം ശിഹാബ് തങ്ങൾ റോഡ് വോക്ക്വേ വഴി തിരികെ മനോരമ ഓഫീസിലെത്തി സമാപിച്ചു. ഹൃദയാരോഗ്യം കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതി കർമ്മോത്സുകതയ്ക്ക് ഹൃദയം ഉപയോഗിക്കാമെന്ന ലോക ഹൃദയദിന സന്ദേശം പ്രചരിപ്പിക്കാനാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLAക്ക് പരിക്കേൽക്കാനിടയായ പരിപാടിക്ക് PPR ലൈസൻസ് വേണ്ടെന്ന് കോർപ്പറേഷൻ തീരുമാനിച്ചത് അപകടമുണ്ടായതിന്റെ പിറ്റേന്ന് മാത്രം. സാംസ്കാരിക പരിപാടിയായതിനാൽ ലൈസൻസ് വേണ്ടെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ ശുപാർശ ചെയ്തത് അപകടമുണ്ടായതിന്റെ പിറ്റേന്ന് വൈകിട്ടാണ്. 10 മിനിറ്റിനുള്ളിൽ ഹെൽത്ത് ഓഫീസർ ഇത് അംഗീകരിച്ചു. ഡിസംബർ 29 കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിക്കിടെ ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് ശനിയാഴ്ച പുലർച്ചെ വൈദികർക്കെതിരെ നടന്ന പോലീസ് അതിക്രമം ഭരണകൂട ഭീകരതയാണെന്ന് അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ കുറ്റപ്പെടുത്തി. ബിഷപ്പ് ഹൌസിൽ പ്രാർത്ഥനാ സത്യാഗ്രഹം നടത്തിയ 21 വൈദികരെ വലിച്ചിഴച്ച് മർദ്ദിച്ച പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട വൈദികരും വിശ്വാസികളും സെന്റ് മേരീസ് ബസിലിക്ക അങ്കണത്തിൽ നടത്തിയ പ്രതിഷേധ റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സീറോ മലബാർ സഭ മീഡിയ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ നുണയാണ്. പ്രതിഷേധ സമരം നടത്തുന്ന വൈദികർ ബിഷപ്സ് ഹൌസിൽ തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പവർ ഉണ്ട്. വിലപേശലിലേക്കാണ് ഇനി പോകുന്നത്. ഉമാ തോമസിന് കോൺഗ്രസ് പോലും ചിന്തിക്കാത്ത അത്ര ഭൂരിപക്ഷം കിട്ടിയത് എങ്ങനെയെന്ന് മനസ്സിലാക്കണം. ഹൈബീഡനും TJ വിനോദും എവിടെയാണ് എന്നും അദ്ദേഹം ചോദിച്ചു. പ്രതിഷേധ സമ്മേളനത്തിന് മുന്നോടിയായി ബിഷപ്സ് ഹൌസിൽ സമരം തുടരുന്ന 100ഓളം വൈദികർ ജനാഭിമുഖ്യ കുർബാനയർപ്പിച്ചു. വിശ്വാസികളും സന്യസ്തരും ബസിലിക്ക വളപ്പിൽ നിന്ന് കുർബാനയിൽ പങ്കാളിയായി. ഫാദർ വർഗീസ് ചെരപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
KCB മന്നൻ സബ്സ്റ്റേഷന് കീഴിലുള്ള ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം നിലച്ചിട്ട് 3.5 മാസം പിന്നിട്ട് വൈദ്യുത കാർ ചാർജ് ചെയ്യുന്നതിനിടെ നഗരസഭാ മുൻ കൗൺസിലർ KL സ്വപ്നയ്ക്ക് ഷോക്കേറ്റതിനെ തുടർന്നാണ് അടച്ചത്. തകരാർ പരിഹരിച്ച് പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യാനാവാതെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള വാഹനോടമകൾ വലയുകയാണ്. പറവൂർ ആലുവ സംസ്ഥാന പാതയിൽ മന്നൻ സബ്സ്റ്റേഷനോട് ചേർന്നാണ് ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. 2024 സെപ്റ്റംബർ 23-നാണ് ഇവിടെ കാർ ചാർജ് ചെയ്യാനെത്തിയ സ്വപ്നയ്ക്ക് ഷോക്കേറ്റത്. തെറിച്ചു വീണ സ്വപ്നയ്ക്ക് ശ്വാസതടസ്സവും തലകറക്കവും ഉണ്ടായി. കൈക്കും കാലിനും പൊള്ളലേറ്റു. സ്വപ്നയുടെ കാറിൽ 59% ചാർജ് കയറിയ ശേഷം മെഷീൻ പ്രവർത്തനരഹിതമാവുകയായിരുന്നു. കാറിന്റെ കണക്ടറിൽ നിന്ന് പ്ലഗ് വിച്ഛേദിച്ച ശേഷം മെഷീനിലേക്ക് തിരികെ വെച്ചപ്പോഴാണ് ഷോക്കേറ്റത്. ഇവിടെ എത്തി പരിശോധന നടത്തിയ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ വൈദ്യുതി പ്രവഹിക്കാനിടയുള്ള എല്ലായിടത്തും എർത്ത് ചെയ്യുക, സ്റ്റേഷന് സമീപത്ത് കനം കൂടിയ റബ്ബർ മാറ്റുകൾ സ്ഥാപിക്കുക, വൈദ്യുതി ഉപകരണങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കുക എന്നീ നിർദ്ദേശങ്ങൾ നൽകി. 4 വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ സൗകര്യമുള്ള സ്റ്റേഷൻ 2022-ലാണ് സ്ഥാപിച്ചത്. ഇതുൾപ്പെടെ കേരളത്തിൽ KCBയുടെ 29 ചാർജിംഗ് കേന്ദ്രങ്ങളിലും ടയറക്സ് എന്ന കമ്പനിയുടെ മെഷീനാണുള്ളത്. പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി കമ്പനിയുടെ ഭാഗത്തു നിന്നും ചില അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനുണ്ടെന്നാണ് KCB അധികൃതർ പറയുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.